ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് CMCയിൽ വലിയൊരു ഹോസ്പിറ്റലിലേക്കാണ്. നമ്മൾ പോകുന്നത് ട്രെയിനിലാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ട്രെയിന് രാത്രി 10:30ക്കാണ് ട്രെയിൻ കിട്ടുക. ഒരു മാസം മുന്നേ തന്നെ നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ സ്റ്റേഷനിൽ എത്തി. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് കേട്ടോ. ഞങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോയ്ക്കാകെ വരും. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറയും. തലേ ദിവസം തന്നെ ഞങ്ങൾ ഇന്ന സമയത്ത് എത്തും എന്നൊക്കെ വിളിച്ച് പറയും. അങ്ങനെ എപ്പോഴും ഞങ്ങൾ വിളിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ അയക്കണം. നിയാസ്കാന്ന് കേട്ടോ അയക്കാടെ പേര്. നമ്മൾ അവിടുന്ന് നേരെ പോയത് ഹോസ്പിറ്റലിൽ കയറാണ്ട് നമ്മൾ നേരെ പോയത് റൂമിലേക്കാണ്, ശാലോംബോമിലേക്ക്. നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ഒരാഴ്ച മുന്നേ വിളിച്ചിട്ട് അച്ഛൻ ഉണ്ട് അവിടെ, ഫാദർ, അവർക്ക് വിളിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. നമുക്ക് ഇത്ര ദിവസം നമുക്ക് റൂം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 3 മാസം മുന്നേ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നമ്മുടെ നിയാസണ്ണനാണ് നമ്മൾ വിളിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഒരു മാഡം ഉണ്ട്, ധന മാഡം, സെക്രട്ടറിയാണ് ഡോക്ടർ. അപ്പോൾ ആ മാഡമാണ് ഞങ്ങൾക്ക് ബില്ലും കാര്യങ്ങളും എല്ലാം തരാറ്, നമ്മൾ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറ്. അപ്പോൾ മാഡത്തിനെ കണ്ടിട്ട് അതൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ പോയത് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. Attention all staff. Central Command Center emergency contact number 21,000. That is. അങ്ങനെ ഞങ്ങൾ ബ്ലഡൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മൾ ശാലോംബോമിൽ നമ്മൾ റൂമിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്നു. ഇനി നമ്മൾ റിപ്പോർട്ട് വരാൻ 4 ദിവസം പിടിക്കും. എങ്ങനെയൊക്കെയോ 4 ദിവസം പിടിക്കാന്നൊരു പിടിയില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. ബ്ലഡൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ഞങ്ങൾ ഫുഡ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു 4 ദിവസം കൂടിക്ക് റിപ്പോർട്ട് വരാൻ എന്താ ചെയ്യാന്നൊരു പിടിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ വന്നു. നമുക്ക് അടുത്തൊക്കെ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പരിചയപ്പെടുന്ന ചേച്ചിമാർ, ചേട്ടന്മാർ പലരും നമ്മളെപ്പോൾ ഓരോ അവസ്ഥകളിലൂടെ വരുന്നവരാട്ടോ. അസുഖങ്ങൾ കൂടുതലായിട്ടോ, കീമോ ചെയ്യാനോ, സർജറി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെ എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരായിട്ടും പരിചയമുണ്ട്. കുറേ ആൾക്കാരായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളവർ മുഴുവനും. ബ്ലഡ് കൊടുത്തു. ഇനി നാളെ അത് സെക്രട്ടറി പറഞ്ഞു നാളെ തന്നെ അപ്പോയിൻമെന്റ് എടുത്തോ. വിളിച്ചിപ്പോൾ ഡോക്ടർ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി. ഇനിയിപ്പോൾ റിസൾട്ട് ഒന്നും കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോവാം. മറ്റേ ചേച്ചിനാണ് അവിടെ. നമ്മുടെ ഇവിടെ റൂമിൽ കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്. ഇപ്രാവശ്യം എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്യാൻറ്റീനിൽ നിന്നാണ് കിട്ടുക ഫുഡൊക്കെ കഴിക്കുന്നത്. രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയും ചപ്പാത്തിയും പിന്നെ നോൺ വെജ് ഉള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിച്ച് ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെ 4 ദിവസം കഴിഞ്ഞ് നമ്മുടെ റിപ്പോർട്ടൊക്കെ വന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ വിഷമം തോന്നും. കാരണം എന്താ വെച്ചാൽ കൂടുതലും ചെറിയ കുട്ടികളാണ് ഉണ്ടായത്. ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരൊക്കെ ചെറിയ കുട്ടികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ. പല സ്ഥലത്തുനിന്നും കുറേ ആൾക്കാർ വരും. നമുക്ക് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന് കൂടുതൽ OP ഉണ്ടാവുക ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഡോക്ടറെ കാണുന്നതിന് മുന്നേ നമ്മുടെ ഡയറൊക്കെ നമ്മൾ സെക്രട്ടറി ധന മാഡത്തിനെ നമ്മൾ ഏൽപ്പിക്കണം കേട്ടോ. അതിന് മുന്നേ നമ്മൾ വെയിറ്റ് പിന്നെ BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ധന മാഡത്തിനെ കണ്ടിട്ട് ഡയറൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം അവർ നമുക്ക് വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ടിട്ട് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ ചെയ്യാറ്. ഇപ്രാവശ്യം നമ്മുടെ ഡോക്ടർ ലീവായിരുന്നു. അപ്പോൾ വേറെ ഡോക്ടറെയാണ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മേൽവേദന കാര്യങ്ങളൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു 2-3 ഡോക്ടർമാരെ വേറെ കാണിക്കണം. ഓൾഡ് CMCയിലേക്ക് നമ്മൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല.
അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു. റിപ്പോർട്ട് അനുസരിച്ച് ഡോക്ടർ എന്നോട് പറഞ്ഞു എല്ല് ബലം വയ്ക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അങ്ങനെ നമ്മള് മരുന്ന് കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് നേരെ പോണത് ഡേ കെയറിലേക്കാണ്, കെമോ വാർഡിലേക്ക്. C501 ആണ് നമ്മുടെ ഡേ കെയർ. അവിടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ നമ്മൾ പെട്ടെന്ന് വല്ല ഇത് വന്നാലും മെഡിസിൻ ചെയ്യാനൊക്കെ നമ്മൾ അങ്ങോട്ടാണ് പോവാട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് മരുന്നൊക്കെ ചെയ്തു. വെയിൻ കിട്ടാണ്ടൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മെഡിസിനും മരുന്നൊക്കെ വീണ്ടും മാറ്റി വെയിൻ കിട്ടാണ്ടൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടി. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഇനി അടുത്ത 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കാണിക്കേണ്ട സമയം. അപ്പോൾ നമ്മൾ തിരിച്ച് നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ബസ്സിലാണ് പോകുന്നത്, സ്ലീപ്പർ ബസ്സിൽ. കാരണം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.